നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇതുവരെയും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്നും നാളെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറയുന്നു. 23-ാം തീയതി വരെ സമയമുണ്ടെന്നും നേതൃത്വം പറയുന്നു. അപ്പോൾ മലയാളികൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ വി.ഡി. സതീശൻ ഇപ്പോൾ ചില കണക്കുകൾക്ക് സൂചിപ്പിക്കുമ്പോൾ കെ.സിക്കാണ് കൂടുതൽ MLA-മാരുടെ ഒരു സപ്പോർട്ടുള്ളത്. പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ അടക്കമുള്ള വ്യക്തികളൊക്കെ കെ.സിക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നൊരു ഒരു കിംവദന്തി കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം വി.ഡിയെ ഇവർ ഇത്ര എതിർക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും സപ്പോർട്ട് ഈ ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ വി.ഡിക്ക് എന്തുകൊണ്ടായിരിക്കും സപ്പോർട്ട് കുറയുന്നത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമൊക്കെ നമുക്ക് നോക്കുമ്പോൾ ആ ഒരു വിഷയത്തിലൊക്കെ സതീശനെടുത്തത് വളരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് ഒരു കർക്കശമായിട്ടുള്ള നിലപാടായിരുന്നു എടുത്തത്. അപ്പോൾ ആ നിലപാടൊക്കെ വി.ഡിക്ക് തിരിച്ചടിയായി എന്ന് തോന്നുന്നുണ്ടോ? എന്താണ് സാറിന്റെ ഒരു വിലയിരുത്തൽ? ഇതൊരു അടിയും തിരിച്ചടിയും. ആദ്യത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ട് ഈ നേതാക്കന്മാർ കിടന്ന് കടിപിടി കൂടുമ്പോൾ ഇതിനു വേണ്ടിയായിരുന്നു ഇത്രയും കാലം ഇവർ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്നതെന്നൊരു കാര്യം പുറത്തു വരുന്നു. ആരായാലും ശരി, മുഖ്യമന്ത്രി പദം എനിക്ക് വേണമെന്നും പറഞ്ഞ് നടക്കുന്നു. നോക്കൂ, VM സുധീരനെയും വിളിപ്പിച്ചിട്ടുണ്ട് ഡൽഹിക്ക്. ജന്മത്ത് അദ്ദേഹം ഞാൻ മുഖ്യമന്ത്രിയാവണമെന്നൊരു വാദം ഉന്നയിച്ചിട്ടുണ്ടോ? ഏറ്റവും സീനിയറായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, എനിക്ക് മുഖ്യമന്ത്രിയാവണമെന്നൊരു വാദം ഉന്നയിച്ചിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ നിഴലായിട്ട് അദ്ദേഹം കഴിഞ്ഞില്ലേ? എത്ര അന്തസ്സുണ്ട്! ഇങ്ങനെ എരന്നു വാങ്ങുന്ന മുഖ്യമന്ത്രി പദത്തിന് അതെന്ത് വിലയാണുള്ളത്? കടിപിടി കൂട്ടിക്കൊണ്ട് ഇതെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലിൻ കഷണത്തിന് വേണ്ടി നായ്ക്കൾ കടിപിടി കൂട്ടുന്നത് പോലെയാണ് ഇപ്പോൾ കടിപിടി നടക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നോസിയേറ്റിംഗ് ആണ്, വമനേച്ഛ ഉളവാക്കുന്നത്. ഇത് കാണുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നും. അധികാരത്തിൻ്റെ ഒരു കസേരയാണോ ജനസേവനമായിരുന്നോ ഇവരുടെ ലക്ഷ്യം എന്നുള്ള സംശയം അത് നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞു. ആ സമയം മുതലെടുത്ത് അദ്ദേഹം അധികാര കൊതി മൂത്തിട്ട് തമ്മിൽ മിണ്ടാതെയും അതുപോലെ തന്നെ പിണങ്ങിയും പടലപിണക്കങ്ങൾ ഉണ്ടാക്കിയും ആവശ്യമില്ലാത്ത നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ തന്നെ ഇവരുടെ ആക്കിയിരിക്കും. തിളങ്ങുന്ന ജയം ജനങ്ങൾ നൽകിയപ്പോൾ ജനങ്ങളെ കോക്രി കാണിക്കുന്നതിന് തുല്യമാണിത്. ജനങ്ങളോട് കാണിക്കുന്ന ഒരു തരം നന്ദികേട്. ജനങ്ങൾ ഇവരെ സ്വീകരിച്ചു, ജനങ്ങളെ ഇവർ തിരസ്കരിക്കുന്നു എന്നാണ് പച്ച മലയാളത്തിൽ അതിൻ്റെ അർത്ഥം. വോട്ട് ചെയ്തവര് പോലെ ഇവന്മാർക്ക് കൊടുത്തല്ലോ എന്ന് തലയിൽ പണ്ടാരടങ്ങാൻ ഇവന്മാർക്ക് കൊടുക്കാൻ ഏത് നിമിഷമാണ് എനിക്ക് തോന്നിയത് എന്നുള്ളൊരു ചിന്ത ജനങ്ങളിൽ വരുന്നില്ലേ? ആൻസി ഉൾപ്പെടെ എല്ലാവരിലും വരുന്നില്ലേ? ഇത് നാണം കെട്ട ഇത്ര നാൾ നീണ്ടുപോകുന്ന ഒരു തീരുമാനം. പക്ഷെ കൊടുത്തില്ലല്ലേ? കൈവച്ചോണ്ടിരിക്കുകയാണല്ലേ? സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ച് നാണം കെട്ടു നടക്കുന്നത് ചിലരെന്ന് പൂന്താനം ജ്ഞാനപ്പാനയിൽ പാടിയത്. ഇത് ഉദ്ദേശിച്ചാണോ ഈ ഭാവിയിൽ കേരളത്തിൽ ഈ രമേശ് ചെന്നിത്തലയും അതുപോലെ KC വേണുഗോപാലും അതുപോലെ തന്നെ KC വേണുഗോപാലും തമ്മിൽ കടിപിടി കൂടുമെന്ന് ഉദ്ദേശിച്ചാണോ എന്ന് എനിക്ക് സംശയം തോന്നിപ്പോകും. നാണം കേട്ടെ. അതെ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു പവറും ഗ്ലാമറും ഒക്കെ ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ ജനസേവനത്തിൻ്റെ വിനീത അക്രീത ദാസന്മാരാണെന്ന് നമുക്ക് തോന്നുകയില്ലേ? അങ്ങനെയല്ല ഇവരുടെ അഭിനയം. ഒരു പദവിക്ക് വേണ്ടി, ഒരു കസേരയ്ക്ക് വേണ്ടി കിടന്ന് കടിപിടി കൂടുക. ഇത് തന്നെയാണ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ശേഷം, അതിൻ്റെ കാളരാത്രികൾ കഴിഞ്ഞ ശേഷം ജനതാ പാർട്ടി കാലത്ത് പുറത്തു വന്ന ഖിസ്സാ കുർസിക്ക എന്ന സിനിമ, അതായത് കസേരയ്ക്ക് വേണ്ടിയുള്ള കളി, അതായിരുന്നു കോൺഗ്രസ് നടത്തിയിരുന്നത്. അത് വീണ്ടും ഒരിക്കൽ കൂടി തെളിയിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആൻസിയുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, ചോദ്യം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് MLA-മാരുടെ എണ്ണം വി.ഡി. സതീശന് കുറഞ്ഞു പോയത് അല്ലേ? ഇപ്പോൾ ഷാഫി പറമ്പിൽ MP അടക്കമായാലും ഇപ്പോൾ കെ സുധാകരന്റെ അടക്കമുള്ള എല്ലാവരും KCക്കാണ്, ഒരു മുൻതൂക്കം KCക്കാണ്. എന്തുകൊണ്ട് വി.ഡി. സതീശനെ ഇങ്ങനെ പുറന്തള്ളുന്നു? അതപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഉത്തരം പറയേണ്ടി വരും. കെ സുധാകരന്റെ കാര്യത്തിൽ സംഭവിച്ചത്, കെ സുധാകരൻ KPCCയുടെ പ്രസിഡന്റായിരിക്കുകയും വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുകയും ചെയ്ത ഒരു വേളയിൽ ഒരു മീറ്റിങ്ങിൽ രണ്ടുപേരും കൂടി പങ്കെടുക്കേണ്ടതായിരുന്നു. സമയമായി. അതിൻ്റെ സേവാദൾ വോളണ്ടിയർമാരും അതുപോലെ തന്നെ സദസ്സും എല്ലാം വന്നിരിപ്പുണ്ട്. പാർട്ടിയെ ഒരു സെമി കേഡർ പാർട്ടിയായിട്ട് വളർത്തിക്കൊണ്ടുവരാനുള്ള തീവ്ര യജ്ഞത്തിലായിരുന്നു സുധാകരൻ. ഈ സെമി കേഡർ പാർട്ടി എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് മീറ്റിംഗ് പറഞ്ഞ സമയത്ത് തുടങ്ങണം, അതതിൻ്റെ ഒരു ഭാഗമാണ്. ഗാന്ധിജിയുടെ സംസ്കാരം അതായിരുന്നു. 10:15 എന്ന് പറഞ്ഞാൽ കൃത്യം 10:15 മീറ്റിംഗ് തുടങ്ങിയിരിക്കും.
ഏറ്റവും മഹാനായ കോൺഗ്രസ്സുകാരനായിരുന്നു മഹാത്മാഗാന്ധി, സംശയമില്ലല്ലോ. അപ്പോൾ ആ മാതൃകയിലേക്ക് സേവാദളിനെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു മാതൃകയിലേക്കും അതുപോലെ തന്നെ സെമി കേഡർ സമ്പ്രദായത്തിലേക്കും കൊണ്ടുപോകാനുള്ള യജ്ഞത്തിലിരുന്ന KPCC പ്രസിഡന്റ്, അദ്ദേഹത്തിന് പ്രായമുണ്ട്, പ്രായത്തിൻ്റെ സെനിലിറ്റി, അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ആർക്കായില്ലാത്തത്? പ്രായം കൂടുന്തോറും ചില ഓർമ്മ പിശകുകളും നമുക്ക് നാക്കുപിഴകളും ഒക്കെ വരാം. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ശരി, സമ്മതിച്ചിതില്ലാത്ത ആരാ? കോൺഗ്രസിൻ്റെ സീനിയർ നേതാക്കളില്ലേ? PJ കുര്യനില്ലേ? KV തോമസിനില്ലേ? KV തോമസ് ഇപ്പോൾ അവിടെ ഇല്ല, അത് പോട്ടെ. അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകും കുറച്ച് പേര്. നമ്മളതൊക്കെ ഒന്ന് ക്ഷമിക്കുക എന്നുള്ളതാണ്. പാർട്ടിയുടെ ഒരു സംവിധാനത്തിൽ കൂടെ പോകുന്നത്, അല്ല ഒരൊറ്റ ആളുടെ തലയിൽ കൂടെ അല്ല എല്ലാം പോകുന്നത്. KPCC പ്രസിഡൻ്റായാലും പ്രതിപക്ഷ നേതാവ്. അപ്പോൾ ഇയാളെ കാണരുത്, മറ്റേ പരിപാടിയായി പോയല്ലോ എന്ന് പറഞ്ഞു. ഇത് മൈക്ക് പിടിച്ചെടുത്ത് എല്ലാവരും കേട്ടു, മൈക്ക് പിടിച്ചെടുത്തു. പിന്നെ അതുകൂടാതെ എനിക്ക് പറയാൻ പറ്റാത്ത ഒരു ഭാഷയും കൂടെ പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ആട്ടെ, അത് നമുക്ക് കേൾക്കണ്ട, പറയുകയും വേണ്ട, അത് നമുക്ക് ഒഴിവാക്കാം. പ്രേക്ഷകരും കൂടെ കേൾക്കുന്നതെന്ന് അല്ലെങ്കിലും ശരിയല്ലല്ലോ. അത് അൺപാർലമെൻ്ററി ആയിട്ടുള്ള പ്രയോഗമാണ്, അത് വിടുന്നു. അങ്ങനെ പറഞ്ഞു. ഇത് സതീശന് ചെന്ന് പാര വെച്ച് കൊടുക്കാൻ കോൺഗ്രസിലെ ആൾക്കാരുണ്ടല്ലോ, അവർ എന്നൊക്കെ പറഞ്ഞു. അതോടുകൂടിയാണ് സതീശൻ ദീപാദാസ് മുൻഷിയെ വിളിച്ച് പറഞ്ഞു, ഇയാളെ മാറ്റിക്കണം, ഇയാളെ പ്രസിഡൻ്റായിട്ട് വെച്ചുകൊണ്ട് എനിക്ക് പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. അതിനെ തുടർന്നാണ് സുധാകരൻ മാർഗയെ തെരഞ്ഞെടുപ്പ് നമ്മൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കൂ എന്നൊരു കടുത്ത തീരുമാനം എടുത്തത്. അപ്പോഴാണ് പിന്നെ കാലത്ത് തിരിച്ചടിയായിട്ട് സുധാകരൻ പോയിട്ട് എനിക്ക് MLA ആയിട്ട് മത്സരിക്കണം, MP സ്ഥാനം രാജിവെച്ചിട്ട് 3 ദിവസം 4 ദിവസം അവിടെ പോയിട്ട് അദ്ദേഹം ഉപവാസ സമരം അനുഷ്ഠിച്ചു. പാർലമെൻറ്റ് ഹൗസിൽ സ്വന്തം മുറിയില്ല. ഇതൊക്കെ നടന്നതാണ്. ഇതാണ് ഇതിൻ്റെ അയാളെ ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മാറ്റിയതാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. അതോടുകൂടി സതീശൻ ഗ്രൂപ്പിനെതിരെ AI ഗ്രൂപ്പുകൾ ഇനി വേണ്ടെന്ന് പറഞ്ഞ് ഗ്രൂപ്പിസത്തിനെതിരെ സംസാരിച്ച ആളാണ് പാർട്ടിയുടെ യുവ തുർക്കിയായിരുന്ന VD സതീശൻ. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഉമ്മൻചാണ്ടി കുഞ്ഞുഞ്ഞെന്ന് പറഞ്ഞ് നമ്മളറിയുന്ന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ എന്തുവാ സ്ഥിരമായിട്ട് മത്സരിക്കുന്നത്, അങ്ങനെ ഒരു മണ്ഡലവും ആരുടെയും മോണോപ്പൊളിയാക്കി വെക്കണ്ട, കുത്തകയാക്കി വെക്കണ്ട, അട്ടിപ്പേറാക്കി വെക്കണ്ട എന്ന് പറഞ്ഞു, ശക്തമായിട്ട് പറഞ്ഞു. യുവ തുർക്കികളെല്ലാം അതങ്ങ് ഏറ്റെടുത്തു. ശരിയാണ്, ഞങ്ങൾക്കും മത്സരിക്കണം, ഞങ്ങൾക്കും ഇതുപോലൊക്കെ ആവണമെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞു തരണം. തിരുവഞ്ചൂരിനെ മാറ്റി അടൂരിലേക്ക് മത്സരിച്ചു, കോട്ടയത്തുനിന്ന് പോയി. തിരുവഞ്ചൂർ എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിൽപ്പെട്ട സ്ഥലമാണ്, ആണല്ലോ, കോട്ടയം മണ്ഡലത്തിൽപ്പെട്ട സ്ഥലമാണ്. അവിടുന്ന് അദ്ദേഹത്തെ മാറ്റി അടൂർ അദ്ദേഹം വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു. അദ്ദേഹം അത്ര ജനപ്രിയനാണ്. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് അവിടുന്ന് പോകാൻ പറ്റിയില്ല. പോയാൽ എവിടെ കേരളത്തിൽ പോയാലും അദ്ദേഹത്തെ ജയിപ്പിക്കുകയും ചെയ്യണം. അത് വേറൊരു കാര്യം. അവിടെ ജനങ്ങളെല്ലാം കൂടെ അങ്ങ് ഇളകി പറഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ആ പ്രക്ഷോഭത്തിനേക്കാൾ വലിയൊരു പ്രക്ഷോഭം പുതുപ്പള്ളിയിലുണ്ടായി. ആബാലവൃദ്ധം ജനങ്ങൾ ജാതി മത വർണ്ണ രഹിത ഭേദമില്ലാതെ കുഞ്ഞുഞ്ഞിൻ്റെ വീട്ട്, അത്ര വലിയ വീടൊന്നുമല്ല, വലിയ പണമൊന്നും അദ്ദേഹം അഴിമതി കൂടെ ഒന്നും സമ്പാദിച്ചിട്ടില്ല. ആ വീടിൻ്റെ മുമ്പിൽ പോയിട്ട് കുഞ്ഞുഞ്ഞിനെ ഞങ്ങൾ വിട്ടുതരില്ല എന്ന് പറഞ്ഞൊരു തീരുമാനം എടുത്തു. കുഞ്ഞുഞ്ഞൊന്നും വേണ്ടിയില്ല. ആ മാന്യനായ രാഷ്ട്രീയ നേതാവാണ് ഉമ്മൻചാണ്ടി. കൗശലങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്, വക്രബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷേ പുള്ളി മാന്യമായിട്ടല്ല ഇന്ന് വരെ സംസാരിക്കത്തില്ല. തലയ്ക്കെറിഞ്ഞവരോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ ഒരു ക്രിസ്തുവിൻ്റെ ഒരു പാരമ്പര്യം പുലർത്തുന്ന നല്ല ക്രിസ്ത്യാനി, സത്യക്രിസ്ത്യാനിയാണ് ഇദ്ദേഹം. സമ്മതിച്ചേ പറ്റൂ. അതാണ് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹവും കൊണ്ട് വന്ന യാത്രയ്ക്ക് എത്ര ലക്ഷം ജനങ്ങളാണ് അകമ്പടിച്ച് വെച്ച് കരഞ്ഞുകൊണ്ട് ഓടുകയില്ല, നമ്മൾ കണ്ടല്ലോ. ആ ഒരു മനുഷ്യനെ അറ്റാക്ക് ചെയ്തു ഇദ്ദേഹം. ആ വേദന എന്ന് മാത്രവും ഇവിടെ കൂടെ ഒരു പ്രകടനം പോയപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക പ്രകടനം. അവിടെ വെച്ച് ഉമ്മൻചാണ്ടി ഉണ്ടോയെന്ന് അറിഞ്ഞുകൊണ്ടാണെന്ന് അറിയാം, എന്നാലും അത് പാടില്ല. PD സതീശൻ്റെ ആണെന്നും പറഞ്ഞ് ഒരു ഫലകം അവിടെ വെച്ചിരുന്നു. ഫലകമല്ല, ഫ്ലക്സ് ബോർഡ്. ഞാൻ കണ്ടുകൊണ്ട് ദക്സാക്ഷിയാണ് അതിന്. അപ്പോൾ ക്യാമറകളെല്ലാം ഇങ്ങനെ പോകുന്നു കണ്ടപ്പോൾ എന്തോ സംഭവം നടക്കുമെന്ന് നോക്കിയപ്പോഴാണ് അത് വെടിവെച്ചാണ് ഇട്ടത്. ടപ്പോ എന്നൊരു ശബ്ദവും കേട്ടു. അടിച്ച് പൊട്ടിച്ചപ്പോൾ ചെന്ന് കൊണ്ടത് ഇവിടെ VD സതീശൻ്റെ, അത് പ്രതീകാത്മകവുമാണ്. VD സതീശൻ്റെ അല്ല, KC വേണുഗോപാലിൻ്റെ ആ ഫ്ലക്സ് കാർത്ത് ചെന്ന് കൊണ്ടത് ഉമ്മൻചാണ്ടി. അതിനടി വേറൊരു ഫ്ലക്സും കൂടെ ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി. അതിൻ്റെ പുറത്താണ് KC വേണുഗോപാലിൻ്റെ ഇരുന്ന് അടി ചെന്ന് കൊണ്ടത് ഉമ്മൻചാണ്ടിയുടെ കവിളത്താണ്. അദ്ദേഹം പറഞ്ഞു ഈ കവിളത്തും കൂടെ അടിച്ചു എന്ന് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഫ്ലക്സിലിരുന്നുകൊണ്ട്. അങ്ങനെ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ക്രിസ്തുവിൻ്റെ അതേ ക്ഷമയുള്ള ഒരു മനുഷ്യനാണ്, അതിനേക്കാളും ക്ഷമയുള്ള മനുഷ്യനാണ്. പിന്നെ ക്രിസ്തുവിനില്ലാത്ത ഒന്നുകൂടെ ഉണ്ട് അദ്ദേഹത്തിന്, ഇത്തിരി കൗശലം. അത് മാത്രമേ രാഷ്ട്രീയത്തിൽ അതെല്ലാം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ജനങ്ങൾ തന്നെ ഏറ്റെടുത്ത് ഉമ്മൻചാണ്ടിയെ രക്ഷിച്ചതുപോലെ VD സതീശൻ ഇത് ആസൂത്രണം ചെയ്താണ് ഇതൊക്കെ നടത്തിയത്.
ഈ ഫ്ലക്സ് തകർക്കലുമൊക്കെ ആസൂത്രണം ചെയ്ത് എൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നുള്ള ധിക്കാരം പറയുന്നത് വി.ഡി. സതീശൻ പറഞ്ഞത് പത്രക്കാരെല്ലാം അങ്ങ് അലങ്കാരമായിട്ട് എടുത്ത അദ്ദേഹത്തിൻ്റെ നേതൃത്വപാഠവും ഞാൻ പറയുന്നു ഞാനല്ലാതെ മറ്റാരെന്ന് പിണറായി വിജയൻ ചോദിക്കുന്ന പോലെയാണ്. ധിക്കാരമാണ്. എൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കേണ്ട പാർട്ടിയല്ല കോൺഗ്രസ്. ഇറ്റ്സ് എ പാർട്ടി ഓഫ് ഡയലോഗ്സ്. ഇതല്ലേ രാഹുൽ ഗാന്ധി ഇന്ത്യയെ പറ്റി പറയുന്നത്. ഇന്ത്യ ഈസ് നോട്ട് എ യൂണിയൻ, ഇറ്റ് ഈസ് എ ഫെഡറേഷൻ ഓഫ് ഡയലോഗ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജ്യമേ അല്ല സംഭാഷണം. കോൺഗ്രസിന് പിന്നെ അതില്ലാത്ത അവിടെ എൻ്റെ ബോധ്യം നിൻ്റെ ബോധ്യം ഹൂ കെയേഴ്സ് എന്നുള്ള മറുപടി വരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം നമ്മുടെ താങ്കൾ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ പുറത്ത് എൻ്റെ ബോധ്യം ഒരാൾക്ക് ബോധ്യം ഉണ്ടായാൽ മതിയോ? തീരുമാനം എടുക്കേണ്ട പാർട്ടിയല്ലേ? ഇയാളുടെ ബോധ്യം അവിടെ പറയാം. ഏത് കുന്തമായാലും ശരി. പ്രതിപക്ഷ നേതാവല്ലേ? തീരുമാനം എടുക്കേണ്ട ആരാ? KPCC പ്രസിഡന്റ് അല്ലേ? പ്രതിപക്ഷത്തിൻ്റെ ഒന്നാകെ നേതാവ് അല്ലേ? ഇത് പറഞ്ഞ ഇങ്ങനെയുള്ള വ്യാകരണ പിശകുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് കയറി പറയുന്നത് ഞങ്ങളുടെ ഇഷ്ടമല്ല. നിങ്ങളുടെ ഇഷ്ടം നിങ്ങളും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിരിയാണി വാങ്ങിച്ച് കഴിച്ച് ചെമ്പിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അല്ലാതെ രാഷ്ട്രീയ തീരുമാനം എടുക്കുന്ന കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ നിങ്ങളാണോ? കോൺഗ്രസിന് 63 MLA-മാരുണ്ട്, നിങ്ങൾക്ക് 23 ഉള്ളൂ. 23 കാര്യം കയറി 63-ൻ്റെ കാര്യം പറയേണ്ട കാര്യം എന്താ? വാട്ട് ഈസ് ദ പൊളിറ്റിക്കൽ മെറിറ്റ് ഓഫ് ഇറ്റ്? അവർ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് ആരെന്ന് ചോദിച്ചാൽ പറയാം. അതിന് മുമ്പേ കയറി അഭിപ്രായം പറഞ്ഞില്ലേ? ആത്മീയ നേതാക്കൾ കയറി രാഷ്ട്രീയത്തിൽ കയറി കുളം കലക്കുന്ന എന്തിന്? അവർ ആത്മീയതയിലേക്ക് ഉയരണം. ഈ രാഷ്ട്രീയത്തിന് അപ്പുറമൊക്കെ ഉള്ളൊരു മണ്ഡലമാണ് അവിടെ ഇരിക്കണം. അവിടുന്ന് അതാണ് വന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അത് അധപ്പതനമാണ്. ഏത് പാർട്ടിക്കായാലും നോ ഡൗട്ട് അവിടെ ഏത് ഹിന്ദു സംഘടനയായാലും ശരി അങ്ങനെ തന്നെയാണ്. ആത്മീയ തലത്തിലിരിക്കുന്ന ആൾക്കാർ താഴോട്ട് ഇറങ്ങി വരരുത്. ആ തെറ്റ്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രസ്താവന. ഇപ്പോൾ ഇദ്ദേഹത്തിന് വന്നിരിക്കുന്ന സംഭവം എന്താ? മുസ്ലിം ലീഗ് പിന്തുണച്ചു. അന്നേ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞിരുന്നു ഇത് ഇദ്ദേഹത്തിന് വിനയായി. ഇനിയിപ്പം സതീശൻ സദ്ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ സതുദ്ദേശത്തോടു കൂടി എന്ത് കാര്യം ചെയ്താലും എന്ത് പറ്റും? അതെല്ലാം മുസ്ലിം ലീഗിൻ്റെ ചരട് വലിയാന്ന് വിചാരിക്കും. ശരിക്ക് ഭരിക്കാൻ പറ്റുമോ? അത് മറ്റൊരു കാരണം. ഇനിയും കാരണങ്ങൾ തീരുന്നില്ല. പക്ഷേ ഒരു ജനവികാരം വി.ഡി. സതീശൻ, അതായത് പടം നയിച്ചവൻ തന്നെ ഇനി നാട് ഭരിക്കട്ടെ, നാടിനെ നയിക്കട്ടെ എന്നൊരു ജനവികാരം സതീശൻ എന്തായാലും അനുകൂലമായിട്ട് ഇപ്പൊ ഉണ്ട്. എന്ത് പടയായി ഇദ്ദേഹം നാൻസി എന്ന് പറഞ്ഞാൽ 5 വർഷം കോൺഗ്രസിന് ഒരു മികച്ച വിജയത്തിൽ കൂട്ടായ പരിശ്രമമാണ് എങ്കിൽ പോലും പ്രതിപക്ഷ നേതാവിന്റെ നേതൃനിരയിൽ അദ്ദേഹമായിരുന്നു, അല്ലെങ്കിൽ നേതാവായിട്ട് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന് ശക്തമായ നിലപാടുകളുണ്ട്. ശക്തമായ നിലപാട് ഏതെടുത്തു? അതായത് അമൂർത്തമാകാതെ സമൂർത്തമായിട്ട് പറയും, കോൺക്രീറ്റ് ആയിട്ട് പറയും. ഇപ്പോ ഈ ആശാമാരുടെ സമരം എടുക്കുകയാണെങ്കിൽ സർക്കാർ കാണിച്ച അവഗണന, അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അതുപോലെ എന്ത് പ്രതികരണം? പത്രസമ്മേളനം ാണോ പ്രതികരണം? ആശമാരുടെ സമരം മഴയും മേരി നടന്നു വന്ന പാവപ്പെട്ട സ്ത്രീകളാണ്. അതിന് പിന്തുണ കൊടുത്ത SUC എന്ന് പറഞ്ഞാണ് ഇത് ഗവൺമെൻറ് കൊടുക്കാതിരുന്നത്. ഒരു പൊളിറ്റിക്കൽ സ്റ്റോമായിട്ട് എന്തുകൊണ്ട് സതീശനത് മാറ്റിയില്ല? സതീശന് കഴിയുമായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ആശാമാരുടെ സമരത്തിൻ്റെ മുമ്പിൽ കൂടെ പോകുന്ന ആളാ. സതീശനവിടെ നിൽക്കുന്ന ഇന്ന് വരെ കണ്ടിട്ടില്ല. പക്ഷേ 2 വിദ്യാർത്ഥികൾ സത്യാഗ്രഹം കിടന്നപ്പോഴത്തേക്ക് അവിടെ പോയി നിന്ന് അവരോട് സംസാരിക്കുന്നത് ഉമ്മൻചാണ്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സെക്രട്ടറിയുടെ അടുത്ത് ഇന്നലെ നടക്കാൻ തുടങ്ങിയതല്ല. ഞാൻ രാഷ്ട്രീയ നിരീക്ഷകനൊന്നുമല്ല, പക്ഷെ നാട് നിരീക്ഷിക്കുന്ന ആളാണ്. ഇയാൾ എന്ത് കുന്നം ചെയ്തെന്ന് ആശാസമരത്തിൽ? പടം നയിച്ചു പോലും. എന്തോന്ന് പടം അയാൾ നയിച്ചോ? പാകിസ്ഥാനെതിരെ പടം നയിച്ചോ? ബംഗ്ലാദേശിനെതിരെ പടം നയിച്ചോ? ജമാഅത്തെ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു അസത്യ പ്രസ്താവന അദ്ദേഹം നടത്തി. എന്ത് വിപ്ലവമായി ഇയാൾ നടത്തിയത്? ഇനിയും വേറെ വല്ലതും ഉണ്ടോ അദ്ദേഹം നടത്തിയ പടം എന്ന് പറയാൻ? പൊളിച്ചു തരാം ഏതെങ്കിലും പടം. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ 5 വർഷം ഒരു പ്രതിപക്ഷ നേതാവ് ഒരു അത്ര ശക്തനല്ല എങ്കിൽ പോലും ഒരു കോൺഗ്രസിന്റെ ഒരു വിജയത്തിലേക്ക് നയിക്കാൻ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തി പറയാനൊന്നുമില്ല. ആൻസിക്ക് അതാണ് ഇന്നോവ കാറിന്റെ AC സുഖത്തിൽ കയറിയിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഭക്ഷണവും കഴിച്ചിട്ട് ഞാൻ അത് വായിച്ചിട്ടുണ്ട് ഇത് വായിച്ചിട്ടുണ്ട് പൊങ്ങച്ചോ പറഞ്ഞു നടക്കുന്നതാണോ പ്രതിപക്ഷ നേതാവ്? പ്രതിപക്ഷം സമർത്ഥമായ ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല നമുക്ക് എന്നുള്ളതാണ്. പിണറായി എതിർക്കാൻ പിണറായി കാണിച്ച ആ എക്സാലോജി കേസ്, CMRL കേസ്, ഏത് കാര്യത്തിലാണ് ഇയാൾ ശബരിമല കൊള്ള, ഏത് കാര്യത്തിലാണ് ഇയാൾ ഒരു നിലപാടെടുത്താൽ പോരാ സമരം ശക്തമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്? ആ ഖദർ ഷട്ടിൽ ഒരു പൊടി പോലും പറ്റാതെ
തൻ്റെ ആ വ്യക്തിശുദ്ധി എന്ന് ഞാൻ പറയുന്നില്ല, തൻ്റെ ആ ഗെറ്റപ്പും ഗ്ലാമറും കാക്കാൻ വേണ്ടി നടന്ന ഒരാളിനെ കയറി പടം നയിച്ചു എന്ന്. ഇപ്പോൾ രാഹുൽ വിഷയത്തിൽ ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. എത്ര കള്ളങ്ങളാണ്, സ്പ്രിംഗ്ലർ അഴിമതി ഉൾപ്പെടെ എത്ര എണ്ണമാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത്. ഒരു വിജയത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞിട്ടില്ല രമേശ് ചെന്നിത്തലയ്ക്ക്. അത് സാഹചര്യം വേറെയായിരുന്നു. അല്ല, അന്നത്തേക്കും മടുത്തില്ല പിണറായി, അത്രയും മാത്രം മടുത്തില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള പാർട്ടി, ഹിന്ദുക്കളുടെ പാർട്ടിയാണ് CPM. അപ്പോൾ ആ അവരങ്ങനൊന്നും അഭിപ്രായം പെട്ടെന്ന് മാറ്റുന്നവരല്ല. സഹിക്കാവുന്ന അത്രയും സഹിക്കും. സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ അവരെടുത്ത് കാര്യമിട്ടു. അതാണ് സംഭവിച്ചത്. അത് സതീശന് ശരിക്കും പറഞ്ഞാൽ വിജയത്തിൻ്റെ ശില്പി പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ അഹമ്മതിയാണ്, ധാർഷ്ട്യമാണ്. അതേ ധാർഷ്ട്യമുള്ള ആളാണ് VD സതീശനും. ദാറ്റ്സ് എ പ്രോബ്ലം. ആ ധാർഷ്ട്യം കൊണ്ട് ഭരിക്കാനിരുന്നാൽ പിണറായിയെ പോലെ തൂക്കി കടലിലേക്ക് എറിയും, അറബിക്കടലിലേക്ക് എറിയും ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ തന്നെ. ഒരു സംശയം വേണ്ട. അതുകൊണ്ട് അതും കൂടെ കണക്കാക്കിയായിരിക്കാം കേന്ദ്ര നേതൃത്വം അവനിപ്പോൾ അങ്ങനെ ആവണ്ട, കാരണം പക്വതയില്ല. പിന്നെ ഇവർക്കെല്ലാം പണം കൊണ്ട് കൊടുത്തിട്ടുള്ളത്, പണം ഉണ്ടാക്കി സ്വരൂപിച്ച് കൊടുത്ത്, ഈ പണം കൊണ്ടാണ് ഇവർ ജയിച്ചത്. കനുകൊലുവിനെയൊക്കെ എത്ര കോടി രൂപ കൊടുക്കണമെന്നറിയാമോ? ശരിയായിട്ട് നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ KC വേണുഗോപാൽ പ്രവർത്തിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തെലുങ്കാനയിൽ നിന്ന് ഫണ്ട് കൊണ്ടുവന്നു. ഇതൊക്കെ കള്ളത്തരം. ആ ഫണ്ട് കൊണ്ട് അവിടെയാണ് വലിയൊരു പ്രശ്നമുള്ളത്. ആൻസി മനസ്സിലാക്കേണ്ടത്, ഈ ഫണ്ട് കൊണ്ടുവന്ന കമ്പനികൾ എത്രയും കൊടുത്തു, കോടിക്കണക്കിന് രൂപ കൊടുത്തു. പല കമ്പനികളാണ്. ഈ കോടി എന്തിനാണ് അവർ കൊടുത്തത്? ഈ കോടികളുടെ 10 ഇരട്ടിയോളം ലാഭം പ്രതീക്ഷിച്ച കമ്പനികൾ വെറുതെ ഇൻവെസ്റ്റ്. ദിസ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ കേസ് എന്ത് ചെയ്യണം? തിരിച്ചു കിട്ടണം. VD സതീശനിരുന്നാൽ എന്ത് ചെയ്യും? അയക്ക് യാതൊരു ബാധ്യതയില്ല. KC വാങ്ങിച്ചു, നിങ്ങൾ KCയോടെ പോയി വാങ്ങിച്ചോളാൻ പറയും. മനസ്സിലായേ? അല്ല, KCയോടല്ല, പോയി വാങ്ങിച്ചോളാൻ VD സതീശൻ പറയും. അത് KC ഇരുന്ന് കഴിഞ്ഞാൽ ഈ പണം പലിശ സഹിതം തിരിച്ചു കൊടുക്കും. അതെങ്ങനെ ഉണ്ടാക്കും? അഴിമതി കൂടെ തന്നെ ഉണ്ടാക്കും. അതാണ് കോൺഗ്രസിൻ്റെ സംസ്കാരം. തെലുങ്കാനയിലായാലും കർണാടകത്തിലായാലും ഹിമാചൽ പ്രദേശിലായാലും അവർ പിന്തുടരുന്ന സംസ്കാരം. എന്നിട്ട് മോദി കോർപ്പറേറ്റ് ടിക്കൂണാണ് എന്ന് പറയുകയും ചെയ്യും. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ VD സതീശൻ ഒരു മഹാനായിട്ടുള്ള വ്യക്തി എന്നൊന്നും പറഞ്ഞ് വലിയ ഫ്ലെക്സുകളും മസിൽ ഫ്ലെക്സിങ്ങും ഒന്നും നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഒന്നുമല്ല, അധികാര കൊതിയനാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. തന്നെയുമല്ല, മുസ്ലിം ലീഗിൻ്റെ കെയർ ഓഫിൽ നടക്കുന്ന ഒരു മുസ്ലിം ലീഗുകാരനാണ്, കോൺഗ്രസ്സുകാരനല്ല. കോൺഗ്രസ്സുകാരനേക്കാൾ ഉപരി അദ്ദേഹം ഒരു മുസ്ലിം ലീഗുകാരനാണെന്ന് ഞാൻ പറയും. ഇയാൾ വന്നു കഴിഞ്ഞാൽ സകലതും തീരുമാനിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് ഞാൻ പറയില്ല. ഇപ്പം മുസ്ലിം ലീഗുകാരായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് അവർക്ക് സതീശനെ വേണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചത്. കാരണം ഇപ്പോൾ ഒരു ഡെപ്യൂട്ടി മുഖ്യമന്ത്രി വേണമെങ്കിൽ അത് വേണം ഇത് വേണമെന്ന് പറയുമ്പോൾ ഇയാൾ ഫ്ലെക്സിബിളാണ്. അവിടെ എൻ്റെ ബോധ്യങ്ങൾ അതുപോലെ എന്താ പറയുന്നത്, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആളുകൂടെ എൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പുഷ്പം പോലെ ആ ജമാഅത്തെ ഇസ്ലാമി പോലും അയക്ക് യാതൊരു വിധത്തിലുള്ള തൊട്ടുകൂടായ്മയില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ അയ്യോ അത് പാടില്ല. ഡബിൾ സ്റ്റാൻഡേർഡ്. അല്ല, അവനെന്തോന്നാ ഇയാളിപ്പം മുഖ്യമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിന് എന്തോ സംഭവിക്കുമെന്ന് അതൊന്നും ഇപ്പം KC വേണുഗോപാലിരുന്നാൽ രമേശ് ചെന്നിത്തലയാണ് ഈ അഴിമതി തന്നെ നടക്കും. ഒരു സംശയം വേണ്ട. ആരും പരിശുദ്ധന്മാരും മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾ പിന്തുണ പോകുന്നവരും അല്ല. പക്ഷേ കുറവ് അഴിമതി ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്ക് തർക്കമുള്ളൂ. സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ കോർപ്പറേറ്റ് ഫണ്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് KC വേണുഗോപാലിനെ ആ സ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഇനിയും പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം, സമയം കഴിഞ്ഞില്ലെങ്കിൽ ഒരെണ്ണം കൂടെ പറയാം. ഇവിടെ കേരളത്തിലേക്ക് വന്ന് സ്വാതന്ത്ര്യമായിട്ട് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും മത്സരിക്കണമെങ്കിൽ KC വേണം. VD സതീശൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. രാഹുലിനെതിരെ വരെ ശബ്ദം ഉയർത്തിയിട്ടുണ്ട് ഒരു കാലത്ത് അദ്ദേഹം. ഇന്ദിരാഗാന്ധിക്കെതിരെ എങ്ങനെ അയക്കാനാണ് ശബ്ദം ഉയർത്തിയോ അതുപോലെ ഒരു കാലത്ത് ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. നേതാക്കന്മാരെ വീഡിയോ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാളിനെ വിശ്വസിച്ച് വയനാട്ടിൽ വരുമ്പോൾ ഇല്ല വയനാട്ടിൽ സീറ്റ് കൊടുക്കില്ല ഞാനെന്ന് പറഞ്ഞ് അവിടെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ അവരെന്ത് ചെയ്യും? പെട്ടുപോയില്ലേ? കാരണം മുഖ്യമന്ത്രി ഇയാളാണ്. അയാൾ വിചാരിച്ചാൽ തോൽപ്പിക്കാനും ഒക്കെ പറ്റും. മനസ്സിലായില്ലേ? പലതരത്തിൽ കൂടെ പറ്റും. അധികാരമുണ്ട്. അധികാരം വലിയൊരു ആയുധം തന്നെയാണ്.